PSC വിന്നേഴ്സിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ നോക്കിയതിൻ്റെ ബാക്കി 40 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. 2. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. 3. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാകോൾ. 4. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിൻ്റ്. ശരിയുത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. 42. ഇന്ത്യയിലെ ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. 2. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. 3. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബഗ്രാനങ്കൽ. 4. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 2ഉം 4ഉം. 43. പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? ഓപ്ഷൻ എ 225 കിലോമീറ്റർ. 44. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. 1. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. 2. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ. 3. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. 4. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. 44 ഓപ്ഷൻ സി ആണ്. 1, 3 ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന. 45. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1. ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച. 2. ഗുണകരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. 3. ഉൽപ്പാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. 4. സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ. 45 ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് ശരിയുത്തരം. 46. ചേരുംപടി ചേർക്കുക. രചയിതാക്കൾ കൃതികൾ കൊടുത്തിരിക്കുന്നു. 1. വരാഹമിഹിരൻ. 2. കാളിദാസൻ. 3. വിശാഖദത്തൻ. 4. ശൂദ്രകൻ. ഇത് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 1 ബി ആണ് വരുന്നത്. ലഘുജാതകമാണ് വരാഹമിഹിരൻ്റെ വരുന്നത്. കാളിദാസൻ്റെത് വിക്രമോർവശീയമാണ്. വിശാഖദത്തൻ്റെത് മുദ്രാരാക്ഷസം. ശൂദ്രകൻ്റെത് നിശ്ചഘടിക ആണ്. 47. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. 47ൻ്റെ ഓപ്ഷൻ എ ആണ്. PSLV-C 57 ആണ്. 48. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അഗസ്റ്റസ് കോംതെ. 49. 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ജേതാവ് ആയ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ്? ഓപ്ഷൻ ബി, തെക്കേ അമേരിക്ക. 50. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിനത്തിൻ്റെ സന്ദേശം. 50 ഓപ്ഷൻ സി ആണ്. മണ്ണ് ദിനത്തിൻ്റെ സന്ദേശം. 51. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം. ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗൽ. 52. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? 52 സി ആണ്, ക്ലോഡിയ ഗോൾഡിൻ. 53. ചുവടെ നൽകിയിരിക്കുന്ന ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുക്കുക. 53 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. 1ഉം 2ഉം. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. 54. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ്, വിറ്റാമിൻ എ. 55. കേരളത്തിലെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? 55 ഓപ്ഷൻ ബി ആണ്, നാളികേരം. 56. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? 56ൻ്റെത് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 1988. 57. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? 57 ഓപ്ഷൻ എ ആണ്, IUCN. 58. 2024 ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ ബി ആണ്, സൗദി അറേബ്യ. 59. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാൻ സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര്? ഓപ്ഷൻ സി ആണ്, സിഗ്. 60. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ്, സോഡിയം ക്ലോറൈഡ്. 61. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ രൂപമാണ്. ഓപ്ഷൻ എ, രാസോർജം. 62. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി. ഓപ്ഷൻ സി ആണ്, 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 63. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം എന്ന ചെറു കണികകൾ കൊണ്ടാണ്. 2. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. 3. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 4. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല.
ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. 64 1 എല്ലാ ധാതുക്കളും അയിരാണ്. 2 എല്ലാ അയിരുകളും ധാതുക്കളാണ്. 3 അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 2 മാത്രമാണ്, ഓപ്ഷൻ എ. 65 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 66 2023 രസതന്ത്ര നോബൽ സമ്മാനം. 66 ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, 3 പേർക്ക് ലഭിച്ചു. 67 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഓപ്ഷൻ ബി ആണ് കരൾ. 68 താഴെ പറയുന്ന പ്രോട്ടോസോവ രോഗം ഏത്? 68 ഓപ്ഷൻ ബി ആണ് മലമ്പനി. 69 രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഓപ്ഷൻ സി ആണ് ഫൈബ്രിനോജൻ. 70 മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ സി ആണ് EEG. 71 രോഗകാരികളായ സൂക്ഷ്മജീവികൾ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കുന്ന കർമ്മ പദ്ധതിയുടെ പേര്. ഓപ്ഷൻ എ ആണ് കർസാപ്പ്. 72 സസ്യകോശങ്ങൾ തൊട്ടടുത്ത കോശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? 72 സി ആണ് പ്ലാസ്മോഡെസിമേറ്റ. 73 അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി. ഓപ്ഷൻ ബി നെഗ്ലേറിയ ഫൗലറി. 74 ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. ഓപ്ഷൻ സി അമൃതം. 75 ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തര. ഓപ്ഷൻ ബി പ്ലൂറ. 76 താഴെ പറയുന്ന പോർട്ടൽ സിരിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. പ്രസ്താവന 2ഉം 4ഉം ശരി. 2 അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. 4 പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. 77 കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്. ഓപ്ഷൻ സി നിലമ്പൂർ. 78 ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ എംപോക്സ്. 79 ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഓപ്ഷൻ ബി ആണ് ആസാം. 80 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ സി ആണ് നാഗാലാൻഡ്.